ഇന്ത്യൻ സൈന്യം അവിടേക്ക്, അതായത് ഒരു നോൺ എസ്കലേറ്ററി ഓപ്പറേഷനാണ് നടത്തിയത് എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. അതായത് അതിർത്തി മുറിച്ച് കടന്ന അപ്പുറത്ത് വിമാനങ്ങൾ പോയിട്ടല്ല ആക്രമിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ വ്യോമ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നത്, ഈ സ്കാൽപ് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്യോമ മേഖലയിലേക്ക് സൈന്യം ഈ വിമാനങ്ങൾ മുറിച്ച് കടന്നിട്ടില്ല, ജെറ്റ് വിമാനങ്ങൾ മുറിച്ച് കടന്നിട്ടില്ല. അതിനപ്പുറം വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണത്തിന് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ആളുകൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. വളരെ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ആത്മവിശ്വാസത്തോടെയുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സേന നടത്തി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇന്ത്യ ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നതുമാണ് പൊതുവെ. കാരണം ഈ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 പേരെയാണ് കൊന്നത്, നേപ്പാളിൽ നിന്നുള്ള, അയൽ രാജ്യമായ നേപ്പാളിൽ നിന്നുള്ള ഒരാളെയും. അങ്ങനെ അത്രയും പേരെ, നിരപരാധികളായ ആളുകളെ പല ലക്ഷ്യങ്ങളോടെ സേന തന്നെ വിശദീകരിച്ചല്ലോ. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ ആക്രമണം ഇവർ നടത്തിയത് എന്ന്. അതുകൊണ്ടാണല്ലോ മതം തിരിച്ച ആളുകളെ തെരഞ്ഞു പിടിച്ചൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ആശയത്തോടെ, എന്നൊരു ലക്ഷ്യത്തോടെ നടത്തിയ ഒരാക്രമണത്തിന് ഏറ്റവും കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഏതായാലും പൂർണ്ണമായിട്ടും അതിൻ്റെ സ്വാതന്ത്ര്യം സൈന്യത്തിന് അനുവദിച്ചു. അതിൻ്റെ ഗുണം കാണാനുണ്ടായി.